ഹലോ സിനിമാ പ്രേക്ഷകന്റെ മനസ്സറിയുന്ന വിനീത് മാജിക് മുരളിയായും വേണുവായും എത്തിയ പ്രണവ് മോഹൻലാലിന്റെയും ധ്യാൻ ശ്രീനിവാസന്റെയും അസാധ്യ കെമിസ്ട്രി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരവ്, ഷാൻ റഹ്മാനെ കൊണ്ടുപോലും കോമഡി ചെയ്യിച്ച വിനീതിന്റെ മിടുക്ക്, ഇവരോടെല്ലാം ഒപ്പം ബേസിൽ ജോസഫും നീരജ് മാധവും അജു വർഗീസും എല്ലാം ചേരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നത് വിനീത് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിയ ഒരു കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ പാക്കേജ് ആണ്. രണ്ടാം പകുതിയിലെ കൊടുങ്കാറ്റിന് വേണ്ടി നിലമൊരുക്കുന്നത് പോലെയാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് അനുഭവപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് ഏറെക്കുറെ ക്രിഞ്ച് ഉണ്ടായിരുന്നു, ആവറേജ് ആയിരുന്നു. അതേ രീതിയിൽ തന്നെ സെക്കൻഡ് ഹാഫും പോയിരുന്നെങ്കിൽ ഈ സിനിമയുടെ പണി പാളിയേനെ എന്നതാണ് സത്യം. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് നിവിൻ പോളി എത്തുമ്പോൾ സംഭവം കളറാകുന്നുണ്ട്. പിന്നെ സിനിമയുടെ ഗ്രാഫ് കുത്തനെ മേൽപോട്ടാണ്, ഒരു റോക്കറ്റ് പോലെ മുകളിലേക്ക് വരികയാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഫസ്റ്റ് ഹാഫ് പോലെയായിരുന്നു സെക്കൻഡ് ഹാഫ് പോയിരുന്നതെങ്കിൽ ക്രിഞ്ചടിച്ച് നമ്മൾ മടങ്ങി വന്നേനെ. അറിയാം, വിനീത് ശ്രീനിവാസന് അറിയാം പ്രേക്ഷകന് എന്താണ് വേണ്ടതെന്ന്. അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. മുൻപൊരു ഇന്റർവ്യൂവിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു, ചേട്ടൻ തന്നെ ഉപദേശിച്ചിട്ടുണ്ട്, ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ആണെങ്കിലും ചില പരിപാടികൾ ആഡ് ചെയ്ത് ചില പരിപാടികൾ കാണിച്ച് ആ സിനിമയെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന്. അത് ധ്യാൻ ശ്രീനിവാസൻ ട്രൈ ചെയ്തു, പക്ഷെ ആ സിനിമകളെല്ലാം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ അന്ന് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ വിനീത് ശ്രീനിവാസൻ അത് തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഒരു ആവറേജ് സ്ക്രിപ്റ്റായി പോയേക്കാവുന്ന സംഭവത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കക്ഷി. സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട്, നിതിൻ പോളിയായിട്ട് സ്വയം ട്രോൾ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വാരി ഒട്ടിച്ചിട്ടുണ്ട്. ഇന്നത്തെ സിനിമയും മുൻപത്തെ സിനിമയും തമ്മിലുള്ള വ്യത്യാസം, ഇന്നത്തെ ഫിലിം മേക്കേഴ്സും മുൻ ജനറേഷനിലെ ഫിലിം മേക്കേഴ്സും തമ്മിലുള്ള കൺസെപ്റ്റിലും പെർസ്പെക്റ്റീവിലുമുള്ള വ്യത്യാസം വ്യക്തമായിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും എന്റർടൈനർ എന്ന നിലയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗംഭീര സിനിമയാണ്. നമ്മൾക്ക് ആസ്വദിച്ച് തന്നെ കാണാം. ഒരു ഡബിൾ മീനിങ് കോമഡിയോ അനാവശ്യമായ ഗിമ്മിക്കുകളോ ഒന്നുമില്ല, കുടുംബമായിട്ട് തന്നെ നിന്ന് കാണാം. ഞാൻ ഇന്നലെ ആവേശം റിവ്യൂവിൽ പറഞ്ഞതുപോലെ മലയാളം സിനിമ ഇപ്പോൾ ഒരു സുവർണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇനി മുമ്പ് ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആടുജീവിതം, വന്നിരിക്കുന്നു ആവേശം, വർഷങ്ങൾക്ക് ശേഷം. ഇനി ജയ് ഗണേശൻ കാണുന്നുണ്ട്, അതിൻ്റെയും റിവ്യൂമായിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകും. ഹാങ് ഓവർ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഹൃദയം കണ്ടപ്പോൾ നമുക്കൊരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ആ ഹാങ് ഓവർ ഇവിടെ പ്രതീക്ഷിക്കരുത്, കാരണം ഇത് മറ്റൊരു കൺസെപ്റ്റിലുള്ള സിനിമയാണ്, സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. ഇവിടെ ഒരു സന്തോഷമായിരിക്കും, മനസ്സ് നിറഞ്ഞൊരു ഫീൽ ആയിരിക്കും കിട്ടുന്നത്. നമ്മളെ ടോട്ടലി എൻഗേജ് ചെയ്ത് എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. രണ്ടാം പകുതിയിൽ നിവിൻ പോളിയെ കയറൂരി വിട്ടേക്കാണ് സംവിധായകൻ. തനിക്ക് മാത്രം കഴിയുന്ന മാനസങ്ങളിലൂടെ കോമഡിയുടെ മറ്റൊരു തലം തീർക്കുകയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അജു വർഗീസ് ഉണ്ട്, നീരജ് മാധവ് ഉണ്ട്, ബേസിലുണ്ട്. നമ്മുടെ അടുത്ത വീട്ടിലെ പയ്യൻ എന്നൊരു കാഴ്ചപ്പാടുള്ള നമ്മൾ കരുതുന്ന ബേസിൽ ജോസഫ് സ്ക്രീനിൽ വരുമ്പോൾ ഗംഭീര കയ്യടിയായിരുന്നു. അതിനു മുമ്പ് ഫസ്റ്റ് ഹാഫിൽ സിനിമ തുടങ്ങുമ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ ഇൻട്രൊഡക്ഷനിലും ഒരു ഗംഭീര കയ്യടിയായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും നമ്മളോട് അടുത്ത് നിൽക്കുന്നുവെന്ന് നമ്മൾ കരുതുന്നവരാണ്. ധ്യാൻ ശ്രീനിവാസൻ തന്റെ സത്യസന്ധമായ നിലപാടുകളിലൂടെ, ഇന്റർവ്യൂ സ്റ്റാർ എന്ന പേര് കേട്ട ധ്യാൻ ശ്രീനിവാസൻ തന്റെ സത്യസന്ധമായ നിലപാടുകളിലൂടെ നമ്മളിലേക്ക് ഇറങ്ങി വന്നവനാണ്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവനാണ്. അതേസമയം ബേസിൽ ജോസഫ് സിമ്പിൾ ആൻഡ് ഹംബിൾ ആറ്റിറ്റ്യൂഡിലൂടെ നമ്മളുടെ മനം കവർന്നവനാണ്. ഇങ്ങനെ എല്ലാവരുമുള്ള ഒരു താരനിര. മുൻപ് വിനീത് ശ്രീനിവാസൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി ഇവർ മൂന്നുപേരും ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ സംഭവിക്കില്ലായിരുന്നു എന്ന്. അത് ശരിയാണ്. അതേസമയം തന്നെ പ്രണവ് മോഹൻലാൽ ഇനിയും അഭിനയത്തിൽ കുറച്ചുകൂടി മുന്നേറാനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹത്തിന്റെ പല മാനറിസംസും ഇവിടെ രണ്ട് കാലഘട്ടങ്ങളാണ് കാണിക്കുന്നത്. ആദ്യം ധ്യാൻ ശ്രീനിവാസന്റെയും പ്രണവ് മോഹൻലാലിന്റെയും ചെറുപ്പകാലം, പിന്നീട് അവർക്ക് അറൗണ്ട് 70 വയസ്സാകുമ്പോഴുള്ള കാലഘട്ടം. സിനിമ തുടങ്ങുന്നത് 70കളുടെ മധ്യത്തിലാണ്, പിന്നീട് ഇന്ന് വരെ വന്നു നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാലഘട്ടവും കാണിക്കുമ്പോൾ പ്രണവ് മോഹൻലാലിന് വീണ്ടും ഇംപ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. അതേസമയം ഐ ആം ആസ് ഗുഡ് ആസ് ദ ഡയറക്ടർ ഈസ് എന്നതുപോലെയാണ് ധ്യാൻ ശ്രീനിവാസൻ. കക്ഷി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
വളരെ വ്യക്തമായിട്ട് ആ ക്യാരക്ടറിലൂടെ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം. ആ ക്യാരക്ടർ നമ്മുടെ മുന്നിലേക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പ്രസന്റ് ചെയ്യുന്നുണ്ട്. താൻ കാഴ്ചക്കാരുടെ, സിനിമാ പ്രേമികളുടെ പൾസറിയുന്ന സംവിധായകനാണ്, ഫിലിം മേക്കറാണ് എന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ അടിവരയിടുകയാണ് വിനീത് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ടാലന്റ് ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല സിനിമ കാണുക, ആഘോഷിക്കുക. താങ്ക് യു.